ഉടുതുണി ഒഴികെ കിടപ്പാടമടക്കം സ്വരുക്കൂട്ടി വെച്ചതൊക്കെയും അഗ്നി വിഴുങ്ങി വെണ്ണീറാക്കിയ വീടിന് പകരമായി സ്വപ്നതുല്യമായ വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നിരണം വാഴച്ചിറയിൽ വീട്ടിൽ സുഭാഷും കുടുംബവും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് സുരേഷിന്റെ ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ 2 മുറികളോടുകൂടിയ കൂര ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അഗ്നി വിഴുങ്ങിയത്. ഈ സമയം പെയിന്റിംഗ് തൊഴിലാളിയായ സുഭാഷ് വിയപുരത്തെ പണിസ്ഥലത്തായിരുന്നു. അടുത്ത സുഹൃത്താണ് വീടിന് തീപിടിച്ച വിവരം സുഭാഷിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചതും. തുടർന്ന് സുരേഷും ഹരിപ്പാട് തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഭാര്യ ശ്രീജയും 10ാം ക്ലാസ്സിലെ പ്രധാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന ഏക മകൾ അർച്ചനയും സ്ഥലത്തെത്തുകയുണ്ടായി. ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ ഒഴികെ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും കത്തി അമർന്നു കിടക്കുന്നതാണ് 3-അംഗ കുടുംബം കണ്ടത്. മകൾ അർച്ചനയും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും എല്ലാം തന്നെ അഗ്നിക്ക് ഇരയായിരുന്നു. സംഭവ ദിവസം വൈകിട്ടോടെ മറ്റൊരാവശ്യത്തിനായ ഈ ഭാഗത്ത് വന്ന നിരണം കാട്ടുനിലം സെന്റ് തോമസ് മാർത്തോമ പള്ളി വികാരി ഫാദർ ചാർലി ജോൺസ് ഇടവകാംഗമായ ഷാജി ചക്കാലയെയും കൂട്ടി ഒരു നിമിത്തം പോലെ സുഭാഷിന്റെ വീട്ടിലേക്കെത്തി. തുടർന്ന് ഫാദർ ചാർലി മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ സുഭാഷിന്റെ വീട്ടിലെത്തിയ മെത്രാപ്പൊലീത്ത വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് 2 ആഴ്ചയ്ക്കകം പണികൾ ആരംഭിച്ചു. കയറിക്കിടക്കാൻ ഇടമില്ലാതിരുന്ന സുഭാഷിനും കുടുംബത്തിനും വീട് പണി പൂർത്തിയായി. കഴിഞ്ഞ ദിവസം വരെയുള്ള 3 മാസക്കാലം അയൽവാസിയായ കിഴക്കേപ്പറമ്പിൽ സൂരജ് ജേക്കബ് തന്റെ സ്വന്തം വീട്ടിൽ താമസ സൗകര്യവും ഒരുക്കി നൽകി. വീട് പണിക്കായുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് റോഡ് തടസ്സമായതോടെ അയൽവാസിയായ കറുകയിൽ വീട്ടിൽ അന്നമ്മ മാത്യു തന്റെ വീടിന്റെ മതിൽ പൊളിച്ചു നീക്കി വാഹന സൗകര്യവും ഒരുക്കിക്കൊടുത്തു. തുടർന്ന് ഫാദർ ചാർലി ജോൺസിന്റെയും ഷാജി ചക്കാലയുടെയും മേൽനോട്ടത്തിൽ 2.5 മാസം കൊണ്ടാണ് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന തരത്തിൽ 2 കിടപ്പുമുറികളോടുകൂടിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വീടിന്റെ താക്കോൽദാന കർമ്മം കഴിഞ്ഞ ദിവസം മാർത്തോമ മെത്രാപ്പൊലീത്ത നേരിട്ടെത്തി നിർവഹിച്ചിരുന്നു. ഇതിനുശേഷം ഞായറാഴ്ച ലളിതമായ ചടങ്ങിൽ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങും നടത്തി. കത്തിച്ചാമ്പലായ വീടിന്റെ അവശിഷ്ടങ്ങളും തീപിടുത്തത്തിന് കാരണമായ പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടറും ഇപ്പോഴും വീടിന്റെ പരിസരത്ത് തന്നെ അവശേഷിക്കുന്നുമുണ്ട്. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അസ്തമിച്ചിരുന്ന തനിക്കും കുടുംബത്തിനും സ്വപ്നതുല്യമായ വീട് സമ്മാനിച്ച മാർത്തോമ സഭയ്ക്കും മറ്റു സഹായങ്ങൾ ചെയ്തു നൽകിയ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഈ കുടുംബം രേഖപ്പെടുത്തുന്നത്.